സമയം ഈ കാട്ടാക്കടയിൽ SDPIക്കാർ CPM-ന്റെ ഓഫീസിൽ കയറി ഇടിച്ചു. ഈ പ്രിയദർശന്റെ പടത്തിലൊക്കെ ക്ലൈമാക്സ് പണ്ട് അറിയാമോ, പണ്ടത്തെ പടങ്ങളുണ്ട്, കൂട്ടയടിയാണ്. കൂട്ടയടി എല്ലാ നായകനും അതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും വന്ന് അടിക്കുന്ന പോലുള്ള അടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ സഹോദരങ്ങളാണല്ലോ, സ്നേഹമാണ്. ഇങ്ങനെയൊക്കെ അടി കൂടാമോ? അതാ സഹോദരന്മാരെ, നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ സഹോദരങ്ങളൊന്നും വിഷയമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ മോശം പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഓഫീസോ? ഏരിയ കമ്മിറ്റി ഓഫീസ്, CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്, CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് അവിടെ കാട്ടാക്കടയിൽ അത്രയും ധൈര്യമായി CPM ഓഫീസിനകത്ത് കയറി അടിക്കാൻ ഈ സംസ്ഥാനത്തെ ധൈര്യം കാണിച്ചിട്ടുള്ളത് ഈ വേറെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ധൈര്യം കാണിച്ചിട്ടില്ല. രണ്ടടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കയറിയിട്ടുള്ളത് RSS ആണ്. അവർ RSS കയറി അടിച്ചിട്ടുമുണ്ട്, RSSന് തിരിച്ച് അവർ കൊടുത്തിട്ടുമുണ്ട്. അവർ കൊണ്ടും കൊടുത്തും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുണ്ട്. ഇവർ തമ്മിൽ ഇപ്പോൾ എന്താണ് ഈ പ്രശ്നം എന്ന് എനിക്ക് ഇവർ വലിയ കാര്യമായി ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാറില്ല. ഈ പ്രശ്നം പോലും ഇതിപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അടിയടന്നിട്ട് മന്ത്രി V. ശിവൻകുട്ടി അവിടെ ചെന്നിട്ട് അദ്ദേഹം തിരിച്ച് കാര്യമായിട്ട് എല്ലാം കണ്ടിട്ട് പോയിരുന്നു. SDP-യുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതൊക്കെ ലോക്കലായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് രാഷ്ട്രീയമൊന്നുമില്ല അതിനകത്ത് എന്ന് പറഞ്ഞു. CPM-നെ സംബന്ധിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങത്തില്ല. കയറിയവൻ അതിനകത്ത് തുറന്ന് കിടന്നു, പിന്നെ അവൻ ഉറങ്ങണ്ട വീട്ടിൽ കിടന്ന് നടക്കുമോ? CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്, ഇത് ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി ഫർണിച്ചർ മൊത്തം അടിച്ചു തകർത്ത് കളഞ്ഞു. കസേരയൊക്കെ എടുത്ത് വെളിയെറിഞ്ഞു. അവിടെ നിന്നോമാർക്ക് അടി കൊടുത്തു. വെറുതെ അതിലേക്കൂടെ നിന്ന് പാർട്ടിക്കാരാന്ന് വെച്ചാൽ അവനും അടി കൊടുത്തു. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൽ അഖിൽ രണ്ട് DYFI പ്രവർത്തകരാണ്. ഈ DYFI പ്രവർത്തകർക്ക് നിഷാദ് എന്ന് പറയുന്ന ഒരു SDPI പ്രവർത്തകനുമായിട്ട് ഇവർ തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടായി. ഈ അമലിനും അഖിലിനും നല്ല രീതിക്ക് അടിയുണ്ട്. നല്ല ഭംഗിക്കുള്ള അടി അവന്മാർ കൊടുത്തു. അവരുടെ അടുത്ത് അറിയാമല്ലോ, SDPI അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ അത് ആരാണെന്നൊന്നും നോക്കത്തില്ല, ഒരു പേര് മാത്രമേ നോക്കുകയുള്ളൂ. പേര് നോക്കിയാണ് അടി. ബാക്കി അവർ അപ്പോൾ SDPI ബന്ധമുള്ള ആരാണെങ്കിലും അവർ ക്ഷമിക്കും, അല്ലാത്തവരാണെങ്കിൽ അവർ കൈകാര്യം ചെയ്യും. അപ്പം നല്ല രീതിയിൽ അടി കൊടുത്തു. എന്നിട്ട് ഈ നിഷാദ് ഇത് FIR ഇട്ടു, വധശ്രമത്തിന് കേസൊക്കെ ഇട്ട്. ഇപ്പൊ ഈ നിഷാദ് പ്രതിയാണ്. ഈ നിഷാദ് പ്രതിയായിട്ടുള്ള നിഷാദ് ആ തൂങ്ങാമ്പാറയിൽ ഒരു ടർഫുണ്ട്, ഫുട്ബോൾ ടർഫുണ്ട്, അവിടെ പോയി കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കാട്ടാക്കട പോലീസ് പറഞ്ഞു പ്രതി അവിടെ നിന്ന് കളിക്കുന്നെന്ന്. എന്ത് ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്ക്. അടി കൊടുത്തിട്ട് വധശ്രമ കേസിലെ പ്രതി അവിടെ പോയി ഫുട്ബോൾ കളിക്കുന്നു. ഇവിടെ നിന്നും കാട്ടാക്കട പോലീസ് പാഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ പോലീസ് എത്തുന്നതിന് മുമ്പേ ഈ അമലും അഖിലും കൂടെ അവിടെ ചെന്നു വെട്ടുകത്തിയായിട്ട് അവിടെ ചെന്നപ്പം അവിടെ ഈ പറയുന്ന പോലെ നിഷാദിനൊപ്പം കൂടാൻ വേറെയും കുറച്ച് സംഘങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല രീതിയിൽ അടി നടന്നു. ഇവന്മാർ വെട്ടുകത്തിയായിട്ട് അങ്ങോട്ട് ചെന്നതുകൊണ്ട് SDPI പ്രവർത്തകരായിട്ടുള്ള വേറൊരാൾക്ക് ഹാജ എന്ന് പറയുന്ന SDPI ഒരു പ്രവർത്തകന് അടികൊണ്ടു, വെട്ടുകൊണ്ടു. അപ്പോൾ ഈ നിഷാദ് ഇറങ്ങി ഓടുകയും ചെയ്തു. വന്ന പോലീസ്, ഈ നിഷാദിനെ പിടിക്കാൻ വന്ന പോലീസ് അമലിനെയും അഖിലിനെയും പിടിച്ച ശേഷം ഇവരെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ പരിക്കേറ്റ ഹാജയോട് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഹാജി അവിടെ നിന്നവരെല്ലാവരും കൂടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ആശുപത്രി കാട്ടാക്കട ആശുപത്രി കൊണ്ടുവന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തല്ലേ പാർട്ടി ഓഫീസ്. ഇവരവിടെ ഉണ്ടെന്ന് ഈ SDPI പ്രവർത്തകർ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ വീണ്ടും അടിയായി. ആശുപത്രിയിൽ വെച്ച് അടി. പ്രിയദർശന്റെ പടത്തിലെ പോലെ പല രംഗങ്ങളായിട്ടുള്ള അടി, വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അവിടെ നടക്കുന്നു. ആശുപത്രിയിലെടുത്ത് അവിടെ ചെന്ന് അടി, ബഹളം, അവിടെ നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആകപ്പാടെ വിഷയം മരുന്നുവാരി ഏറി, ആകപ്പാടെ പ്രശ്നം. അത് കഴിഞ്ഞ് അന്നേരം SDPIക്കാർക്ക് കിട്ടി. ഹാജയായിട്ട് ചെന്ന SDPI പ്രവർത്തകർ ചെന്നപ്പോൾ അവിടെ അടി കിട്ടി. അപ്പോൾ തൊട്ടപ്പുറത്തല്ലേ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി അടി കൊടുത്ത് അടിയും കൊണ്ടിട്ട് ഇവരങ്ങ് പോയി. പോയിട്ട് പാർട്ടി ഓഫീസ് വിചാരിച്ചു പാർട്ടി ഓഫീസിലൊന്നും കയറി ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. രാത്രി 9:30 ആയപ്പോൾ വരുന്നു ഒരു പടയായിട്ട് ബൈക്കിലിങ്ങ് വന്നു. അത് വന്നപ്പം ഇവന്മാർ അമലും അഖിലും വെട്ടുകത്തിയായിട്ടാണ് പോയിട്ടെങ്കിൽ അവർ വടിയാളും ഇട്ടാ വന്നത്. അവന്മാർ വന്ന് അതിനകത്തോട്ട് കയറി അത് സർവ്വതും അവന്മാർ അടിച്ച് നശിപ്പിച്ചു. 3 പേര് പിടിയിലുണ്ട്. ഒന്ന് മുനീർ, ഒന്ന് തൂങ്ങാമ്പാറ സ്വദേശി അല്ലമീൻ, ഒന്ന് കാട്ടാക്കട സ്വദേശി അല്ലമീൻ. 3 പേരെയാണ് ഇപ്പോൾ ഓഫീസ് ആക്രമണത്തിനും അതുപോലെ തന്നെ DYFI പ്രവർത്തകരെ ആക്രമിച്ചതിനും
കേസ് FIR എടുത്തിരിക്കുന്നത്. കിട്ടിയോ? അല്ല, ഇവര് 3 പേരെ കിട്ടി, ബാക്കിയുള്ളവരെ കിട്ടിയില്ല. ബാക്കിയുള്ളവർ മുങ്ങി. അവരുടെ പരിപാടി ഇതാണെന്നേ. അവരിവിടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങുന്നത് വല്ല പിന്നെ പലസ്തീനിലൊക്കെ ആയിരിക്കും. ഇവിടുന്ന് അവർ വലിഞ്ഞളയും. അതറിയില്ലേ, മറ്റേ ഇവനെ കൊന്ന പിന്നെ അഭിമന്യുവിനെ എത്ര വർഷം കഴിഞ്ഞു? പ്രധാനപ്പെട്ട ചെയ്ത ആളെ കിട്ടിയില്ലല്ലോ, വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത്. അതും പിന്നെ പോലീസിന് കിളി പറന്ന് ഇപ്പൊ കോടതി ഇട്ട് പിന്നെ പോലീസിനെ വഴക്ക് പറഞ്ഞു, മജിസ്ട്രേറ്റ് വഴക്ക് പറഞ്ഞു. ഒരു പരുവായപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മാർഗ്ഗവുമില്ല. അങ്ങനെ പോലീസ് ഗതികെട്ടിങ്ങനെ നിന്നപ്പോൾ നമ്മുടെ എറണാകുളത്തെ കോടതി വന്ന് അദ്ദേഹം വന്ന് കീഴടങ്ങി. ചെയ്ത ആൾ വന്ന് കീഴടങ്ങായിരുന്നു. അപ്പോൾ ഇവരെ ഇപ്പോൾ ഇവിടുന്ന് മുങ്ങിയവർ പിന്നെ ഇവിടെ അങ്ങും പൊങ്ങില്ല. ഈ ഏരിയയിലൊന്നും അവരെ പിന്നെ കിട്ടത്തില്ല, അവർ സ്ഥലം വിട്ടുകളയും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. വിദേശ രാജ്യത്തേക്ക് കടന്നു കളയും. അത് ഇവരുടെ ഒരു പ്രത്യേകത അതാണ്. ഇവരുൾപ്പെടുന്ന കേസുകളിൽ പിന്നെ ജാമ്യം കൊടുക്കുമ്പോൾ മിക്കവാറും ഒക്കെ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇവർ മുങ്ങുമെന്നാണ്. പ്രോസിക്യൂഷൻ പറയും ജാമ്യം കൊടുക്കരുത്, ഇവർ മുങ്ങും. കാര്യം അത് ഉള്ള കാര്യമാണ്. ഇവർ സ്ഥലം വിട്ട് കളയും. ഇത് 3 പേരെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 12 പേരുണ്ടായിരുന്നു. 12 പേരാ വന്ന് കയറി ഇത് മുഴുവൻ തകർത്ത്, പാർട്ടി ഓഫീസും തകർത്ത്, പാർട്ടി ഓഫീസും നശിപ്പിച്ച്, പിന്നെ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന പിന്നെ ഓഫീസ് സെക്രട്ടറി ഉള്ള അടക്കമുള്ളവർക്ക് അടിയും കൊടുത്ത് അവർ തിരിച്ചു പോവുകയും ചെയ്തു. രാത്രി തന്നെ മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഓടിച്ചെന്നു. രാത്രി ഇത്രയും വലിയ വിഷയം നടന്നപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് കയറിയെന്ന് അറിഞ്ഞിട്ട് രാത്രി തന്നെ ശിവൻകുട്ടി അവിടെ ചെന്നു. പക്ഷെ അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞില്ലെന്നേ. അദ്ദേഹം ഈ പറയുന്ന അക്രമത്തെ അപലപിക്കുന്നു എന്ന് പറഞ്ഞല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. ഇല്ല, ശിവൻകുട്ടി ഇപ്പൊ വി ശിവൻകുട്ടിയുടെ സ്വഭാവം അനുസരിച്ച് പാർട്ടി ഓഫീസിനകത്ത് കയറിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉറഞ്ഞു തുള്ളുന്നതാണ്. അതൊന്നും ഉണ്ടായില്ല. അതൊരു അക്രമമാണ്, ശരിയായ പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞതല്ലാതെ പിന്നെ അവരുടെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ എന്ത് വരുന്നു ബഹളം? ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുമാരുണ്ടാക്കിയത്. ഹർത്താലൊക്കെ നടത്തേണ്ടതാണ്. പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ് CPM അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി എന്തിനാ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയവൻ വീട്ടിൽ പോകത്തില്ല. അവൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ നാട് വിട്ട് പോകണം, ആ ഏരിയയിൽ നിന്ന് അവൻ വിട്ട് മുങ്ങിയേക്കണം, പിന്നെ ഇവിടെ നിൽക്കരുത്. അതാണ് അവരുടെ ഒരു ലൈൻ. CPM-ന്റെ അതൊരു കേഡർ പാർട്ടിയാണ്, ഒരു കേഡർ സംവിധാനമാണ്. ഇപ്പൊ ദാ വന്ന് പിന്നെ കയറി നല്ല രീതിയിൽ പരുവാക്കിയിട്ട് അമ്മമാർ കൂളായിട്ട് പോവുകയും ചെയ്തു. അമ്മ 3 പേര് പോലീസ് പിടിച്ചെന്നല്ലാതെ അമ്മരെ വേറെ ഒന്നും തിരിച്ചു ചെയ്താൽ നന്നായിരിക്കും, അങ്ങോട്ട് ചെന്ന് കൊടുക്കുക. തിരിച്ചെല്ലാം അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി. അതിപ്പോ കാര്യം അറിയാം. അപ്പോഴാണ് നമ്മുടെ ഇതിൽ ഞാൻ പറയുന്നത്, ഇടയ്ക്ക് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഈ ഷാജി പാപ്പനെ തോക്കെടുത്ത് പിന്നെ ഡൂഡിനെ വെടിവെക്കാൻ നിൽക്കുമ്പോൾ പുറയിലുള്ളവരെല്ലാം കൂടെ തോക്കെടുത്ത് ഷാജി പാപ്പന്റെ തലയിലോട്ട് വെക്കുന്നുണ്ടല്ലോ, ആട് ഭീകരജീവി അതിൽ കാണിക്കുന്നവരും കണ്ടല്ലോ. അതുപോലുള്ള രംഗം സ്വന്തം പാർട്ടി ഇവർക്ക് കാണേണ്ടി വരും. അതാണ് അവസ്ഥ. ഇവർ വലിയ സ്നേഹത്തോടെ പൊക്കോണ്ടിരിക്കുന്നതാണെന്നേ. എല്ലാ മേഖലയിലും പണ്ട് വർഷങ്ങൾക്ക് മുമ്പം കണ്ട അവർ തമ്മിലൊരു ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വേറെ എങ്ങും ഒരു വിഷയം ഇല്ല. ഇവർ അവരോടും വരെ പോകാറില്ല, അവരിങ്ങോട്ടും വരാറില്ല. ഇവർ രണ്ടുപേരുടെ കൂട്ടം ചേർന്ന് ഇനി ആരെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ സഹോദരങ്ങളായിട്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സഹോദരങ്ങളാണ്, ശ്രദ്ധിക്കണം, തമ്മിൽ തല്ലാൻ പാടില്ല. അത് മോശമാണ്. 2 സഹോദരങ്ങൾ തമ്മിൽ തല്ലിയെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ തന്നെ നാണക്കേടാണ്. അഖിലിനെ അമലിനെ ആക്രമിച്ച ആളുകളെ കിട്ടിയോ? നിഷാദിനെ അറസ്റ്റ് ചെയ്തു. ഓടിക്കളഞ്ഞ നിഷാദിനെ ഓടിച്ചിട്ട് പിടിച്ചു. അവര് പിന്നീട് ആ റൗണ്ടിൽ കിട്ടിയില്ല. രാത്രിയിൽ നടന്ന അക്രമത്തിന് ശേഷം, രാത്രിയിൽ 9:30 നടന്ന അക്രമത്തിന് ശേഷം പോലീസ് പോയിട്ട് പിടിച്ചു. പോലീസിന് പക്ഷേ ഇതിൽ കർശനമായിട്ട് നടപടി എടുക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽത്തട്ടിലുള്ള ഈ സ്നേഹവും ബന്ധമൊക്കെ ഉണ്ടെങ്കിലും താഴോട്ടുള്ള ഈ അഖിൽ അമലിനെ പോലുള്ള ചെറുപ്പക്കാർ തങ്ങൾക്ക് അടി കിട്ടിയ സ്ഥിതിക്ക് അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കും. അങ്ങനെ തിരിച്ചടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പിന്നീട് ഇത് കൈവിട്ടു പോകും. ഇപ്പോൾ ഇതൊരു അടിയിലും ഒരു ഓഫീസ് ആക്രമണത്തിലും അതിലൊക്കെ ആ ഒരു പ്രശ്നത്തിലൊക്കെ നിന്നു. ഇനി മറ്റവരെ പോയി പിന്നെ മാതാ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല, അവർ കൈവിട്ടു പോകും. അവർ പിന്നെ CPM എന്നോ ഇതെല്ലാം അവരങ്ങ് മറക്കും. അവർക്ക് പിന്നെ ഈ പേര് മാത്രമേ അവർ നോക്കുകയുള്ളൂ. പേര് നോക്കും. STPയുടെ ഒരു ലൈൻ അതാണ്, അവർ പേര് നോക്കും. പേര് നോക്കിയാണ് അവർ ചെയ്യത്തുള്ളൂ. പേര് നോക്കാതെ ചെയ്തിട്ടുള്ളതിലൊക്കെ അവർക്ക് കൈ പൊള്ളിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നൗഷാദിന്റെ ഇതിൽ, അതുപോലെ തന്നെ ഈ അഷ്റഫിന്റെ ഇതിലൊക്കെ ഇവർ പോയിട്ട് പേര് നോക്കാതെ
കാര്യങ്ങൾ ഇടപെട്ടതിന്റെ പേരിൽ ആ സംഘടന ഒരുപാട് പേരുദോഷം അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെന്തിനെ ബേസ് ചെയ്ത് നിൽക്കുന്നോ അതിൽ നിന്ന് തന്നെ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുകയും അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് പേര് നോക്കാതെ അവരിപ്പോൾ ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടില്ല. അപ്പൊ ഈ കാര്യത്തിൽ പോലീസ് ഇത് ആ സ്ഥലം കൺട്രോളിൽ നിർത്തണമെങ്കിൽ ഇത് ഇപ്പൊ തന്നെ നടപടി എടുത്തേ പറ്റൂന്ന് രാത്രി തന്നെ അവർക്ക് നിർദ്ദേശം കിട്ടി. അതുകൊണ്ടാണ് അവർ കർശനമായിട്ടുള്ള നടപടി ഇവരെ തപ്പി എടുത്തത്. അപ്പൊ ഏതായാലും സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ വ്യാപകമായ സംഘർഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. കാരണം CPM-ന്റെ ഓഫീസ് ആക്രമിക്കുമ്പോൾ അവിടെയാണ് അങ്ങനെയൊന്നുമില്ല, സമാധാനപ്രിയരായി രണ്ടുപേരും പോട്ടെ, നമ്മൾ വീട്ടിലൊക്കെ അടികൂടുമ്പോൾ സാരമില്ല പോട്ടെ ഇത് ഒരു പഴയ ഒരു സംഭവം, ഒരു വിഷ്വൽ ഓർമ്മയുണ്ടോ? പിന്നെ ഇവരുടെ ഒരു പ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയി സദാചാരം പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി അടിച്ച് ചെളിയിൽ മുക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ഇതും കൊണ്ട് ഒരു കൊടുവാളും കൈ കൊടുത്തിട്ട് ഇരുത്തി വീഡിയോ പുറത്തൊന്നും ഓർമ്മയുണ്ടോ? അദ്ദേഹം ഒരു ദളിതനാണ്, ദളിത് യുവാവാണ്. എന്നിട്ട് പോലും അവർക്കെതിരെ മിണ്ടാൻ ഇവർ തയ്യാറായില്ല. നമ്മൾ വെറുതെ അല്ല പറഞ്ഞത്. നമ്മളൊരു കാരണവശാൽ ഇത് കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ എന്താണ് ഇവരെ രണ്ടുപേരെ സഹോദരങ്ങളാണെന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ ഇവരുടെ ലൈൻ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഈ പറയുന്ന പോലെ എന്താ പറയുക, അന്തം ആയിട്ട് ചിന്തിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെ വളരെ സസൂക്ഷ്മം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രണ്ട് കൂട്ടരും സഹോദരങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ചെളിയിൽ മൂക്കി അത്രയും പ്രശ്നം ഉണ്ടാക്കിയ വലിയ നേതാവിനെയാണ്. എന്നിട്ട് ഒന്ന് മിണ്ടാൻ പോലും ഇവർക്ക് സാധിച്ചില്ല. അവർ മിണ്ടുകയുമില്ല. ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും അത് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നു, സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കുടുംബത്തിന് ചീത്തപ്പേരാണ്. ഓക്കെ.